നമസ്കാരം. ഒരു മാസത്തിലേറെ കാലമായി നിലമ്പൂർ എം.എൽ.എ ആയ പി.വി. അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തൻ എന്ന് പറയുന്ന എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെതിരെയുമെല്ലാം നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ഇടതുപക്ഷ നിയമസഭാ കക്ഷി സ്ഥാനത്ത് നിന്നും പി.വി. അൻവറിനെ നീക്കം ചെയ്തിരിക്കുന്നു. ഇടതുപക്ഷവുമായി ഇനി യാതൊരു ബന്ധവും പി.വി. അൻവറിനില്ല എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പൊതുമധ്യത്തിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെയെല്ലാം എടുത്ത് ഉയർത്തിക്കാണിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ എന്ന ഏക ഛത്രാധിപതിയായ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ നിന്നോ പ്രതിപക്ഷത്തു നിന്നോ എന്ത് തരത്തിലുള്ള വിമർശനങ്ങളോ ആരോപണങ്ങളോ ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായും പിണറായി വിജയനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ വരുന്ന അത്തരം ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെയുള്ള ഒരു പട തന്നെ രംഗത്ത് വരാറുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിലേറെക്കാലമായി പിണറായി വിജയനെതിരെ പി.വി. അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്കെതിരെ ശബ്ദിക്കുവാൻ കേരളത്തിലെ ഒരു സാംസ്കാരിക നായകന്മാരെയും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മാത്രമല്ല CPM-ന്റെ സമുന്നതരായ നേതാക്കൾ ആരും തന്നെ പി.വി. അൻവറിന്റെ ഈ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുവാനോ പി.വി. അൻവർ പറയുന്നത് ശരിയല്ല എന്ന് പറയുവാനോ ആർജവം കാണിക്കുവാൻ തക്ക ഒരു നേതാവും CPM-ൽ നിന്നും മുന്നോട്ടേക്ക് വന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഒടുവിൽ പിണറായി വിജയന് തന്നെ CPM-ന് എതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും പിണറായി വിജയന്റെ ഓഫീസിന് നേരെ ഉയർന്ന ആരോപണങ്ങൾക്കും മറുപടി പറയുവാൻ മാധ്യമത്തിന് മുന്നിൽ വന്നു നിൽക്കേണ്ട അവസ്ഥയുണ്ടായി എന്നുള്ളതാണ് ഏറെ വിചിത്രമായ അവസ്ഥ. അതായത് CPM-ന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പിണറായി വിജയൻ നേരിട്ട് രംഗത്തിറങ്ങേണ്ട ഒരു നില സംജാതമായി എന്നുള്ളതാണ് വിചിത്രമായ വസ്തുത. പിണറായി വിജയൻ പി.വി. അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാധ്യമ സമ്മേളനം നടത്തിയതിന്റെ പിറ്റേന്ന് മാത്രമാണ് അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ മാത്രമാണ് CPM-ലെ സമുന്നതരായ നേതാക്കൾ പി.വി. അൻവറിനെതിരെ ചന്ദ്രഹാസവുമായി രംഗത്തെത്തിയത്. അതിനുശേഷം പിന്നീട് പിണറായി വിജയനെ അനുകൂലിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് നിരവധി CPM നേതാക്കളാണ് പി.വി. അൻവറിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി രംഗത്തെത്തിയത്. ഇതിൽ പ്രമുഖരിൽ പി. ജയരാജനും എ. വിജയരാഘവനും എ. റഹീമുമെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്നാൽ ഇവിടെ മറ്റൊരു ചിത്രം കൂടി തെളിഞ്ഞു വരുന്നു. പി.വി. അൻവർ ഇട്ട ചൂണ്ടയിൽ അല്ലെങ്കിൽ പി.വി. അൻവർ ഇട്ട ചൂണ്ട ലക്ഷ്യമാക്കിയത് പാർട്ടിയിലെ ഏതെങ്കിലും ഘടകത്തെ മാത്രമായിരുന്നില്ല. അതായത് പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്ന് പറയപ്പെടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി. ശശിയെയോ അഥവാ മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെയോ മാത്രം ലക്ഷ്യമാക്കിയല്ല പി.വി. അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ ചൂണ്ടയിട്ടത്. അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെയും പിണറായി വിജയൻ എന്ന നേതാവിന്റെ മകളായ വീണ വിജയനെയും വീണ വിജയന്റെ ഭർത്താവും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെയും ലക്ഷ്യമാക്കി തന്നെയാണ് പി.വി. അൻവർ ചൂണ്ടയിട്ടത്. പി.വി. അൻവറിന്റെ ലക്ഷ്യം പരിമിതികളില്ലാത്തതായിരുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയാൻ കഴിയുന്നത്. ഇതിനെതിരെയാണ് CPM-ൽ നിന്നും ആരും അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക നായകന്മാരാരും തന്നെ പ്രതികരിക്കാതിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിചിത്രമായ വസ്തുത. CPM-ൽ നിന്നും കാലാകാലങ്ങളായി കലഹിച്ചു പുറത്തുപോയ നിരവധി നേതാക്കന്മാരുണ്ട്. M.V. രാഘവനും K.R. ഗൗരിയുമെല്ലാം അതിൽ പെടുന്ന ആളുകൾ തന്നെയാണ്. എന്നാൽ അവർ CPM-ൽ നിന്നും കലഹിച്ചു പോകുന്ന അവസരങ്ങളിലെല്ലാം പാർട്ടിയുടെ ഭാഗത്തായി കൂടുതൽ ശരി, പാർട്ടിയുടെ ഭാഗത്തായിരുന്നു കൂടുതൽ ന്യായം എന്ന് തന്നെയാണ് അന്ന് കേരളം കണ്ടറിഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കണ്ടറിഞ്ഞത്. എന്നാൽ ഇവിടെ സ്ഥിതിവിശേഷം മാറിയിരിക്കുന്നു. ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി ഏക ഛത്രാധിപതിയായി പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നേറുന്ന പിണറായി വിജയന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയുവാനുള്ള ആർജവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. CPM-ലുള്ള ഒരു നേതാവിനും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നട്ടലുയർത്തി നിന്നുകൊണ്ട് താങ്കൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം ഒരു നേതാവിനും CPM-നും അകത്തു നിന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് പി.വി. അൻവർ മുന്നോട്ട് വരുന്നത്. അതിനർത്ഥം പി.വി. അൻവറിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കുന്നതിൽ CPM-നകത്ത് തന്നെയുള്ള അതൃപ്തരായ ഒരു പറ്റം സഖാക്കൾ ഉണ്ടായിരുന്നു. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി തങ്ങൾക്ക് പറയാനാവാത്ത പല കാര്യങ്ങളും പി.വി. അൻവർ പറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പി.വി. അൻവറിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന CPM-ന്റെ നേതാക്കളുടെ എണ്ണം വളരെ വലുതാണ്. അതായത്
ഒരുപക്ഷെ അത് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത അത്ര വലിയ സംഖ്യയായി മാറിയിരിക്കുന്നു. പിണറായി വിജയൻ പാർട്ടിയിലും ഭരണത്തിലും അപ്രമാദിത്വത്തോടുകൂടി നിലകൊള്ളുമ്പോൾ പിണറായി വിജയന്റെ മുഖത്തു നോക്കി നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ ധൈര്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും തന്നെ PV അൻവറിന്റെ പിറകിൽ അണിചേർന്നിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇവരെക്കുറിച്ച് ഏതാണ്ടൊരു വിവരങ്ങളൊക്കെ പിണറായി വിജയനും മനസ്സിലാക്കിയിരിക്കുന്നു. ആരാണ് PV അൻവറിന്റെ പിന്നിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം പിണറായി വിജയൻ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു, മനസ്സിലാക്കി ഞെട്ടിത്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. മാത്രമല്ല, മതവർഗീയ ശക്തികളാണ് PV അൻവറിനെ നയിക്കുന്നത് എന്നുള്ളത് മുഴുവൻ ശരിയല്ല. കാരണം CPM-നകത്തുള്ള ചില ആളുകൾ തന്നെ, അതായത് CPM-ന്റെ സമുന്നതരായ ചില ആളുകൾ തന്നെ PV അൻവറിനോട് നിലകൊള്ളുമ്പോൾ PV അൻവർ പറയുന്ന തരത്തിലുള്ള മത ധ്രുവീകരണം ഉണ്ടാക്കുന്ന ശക്തികൾ തൻ്റെ കൂടെ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശരിയല്ല. ഒരു മതന്യൂനപക്ഷ വിഭാഗത്തിലെ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് PV അൻവർ മുന്നോട്ട് വരുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അടയാളപ്പെടുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പിണറായി വിജയനോട് അതിർത്തിയുള്ള CPM-ലെ സമുന്നതരായ പല നേതാക്കളും ഒരു മതന്യൂനപക്ഷ വിഭാഗത്തിലെ പ്രബലരായ ഒരു പറ്റം ആളുകളും PV അൻവറിന് പിന്നിൽ അണിനിരക്കുന്നു. കൂടാതെ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില വൻപൻ മുതലാളിമാരും PV അൻവറിനോടൊപ്പം നിൽക്കുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിനെ വീഴ്ത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് PV അൻവറിനെ മുന്നിൽ നിർത്തി കളിക്കുന്നവരുടെ ഏക അജണ്ട എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിൽ PV അൻവർ ഉയർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ PV അൻവർ മുന്നോട്ട് വച്ചിരിക്കുന്ന രാഷ്ട്രീയം ഏത് തരത്തിൽ മുന്നേറുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പിണറായി വിജയന്റെ പാർട്ടിയിലെ ബലാബലം നിശ്ചയിക്കപ്പെടുന്നത് എന്നാണ് അറിയുന്നത്. അതായത് PV അൻവർ മുന്നോട്ട് വച്ചിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതി മാറിയൊഴുകുകയാണെങ്കിൽ, പ്രബലമായ രീതിയിൽ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, CPM-ൽ അതൃപ്തരായിരിക്കുന്ന ഒരു പറ്റം ആളുകൾ എപ്പോഴും PV അൻവറിന്റെ പിറകിൽ തന്നെ സ്ഥിതി ഉറപ്പിക്കും, PV അൻവറിന് പിൻബലമേകി നിൽക്കും എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെടും, പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകേണ്ടതായി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ PV അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് CPM-നകത്ത് തന്നെയുള്ള ആളുകളുടെ കൃത്യമായ അജണ്ടയുടെ ഒരു രീതി തന്നെയായിരുന്നു, അല്ലെങ്കിൽ CPM-നകത്തുള്ള ആളുകൾ നടപ്പാക്കിയ അജണ്ടയായിരുന്നു അത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പിണറായി വിജയന്റെ പിൻഗാമിയായി പിണറായി വിജയന്റെ മരുമകനെ അവതരിപ്പിക്കുക, പിണറായി വിജയൻ നടത്തുന്ന നീക്കങ്ങൾക്കെല്ലാം ഒരു മുഴം മുൻപേ എറിഞ്ഞ് തടയിടുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് PV അൻവറിലൂടെ ഇവർ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്തായാലും പാർട്ടിയിലും ഭരണത്തിലും പിണറായി വിജയൻ ഒറ്റപ്പെടുന്നു. പിണറായി വിജയൻ എന്ന വമ്പൻ സ്രാവിനെ വീഴ്ത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് PV അൻവർ എറിഞ്ഞിരിക്കുന്ന ഈ ചൂണ്ട വന്ന് പതിച്ചിരിക്കുന്നത്. ഈ ചൂണ്ടയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. ഈ ചൂണ്ട ഇട്ടിരിക്കുന്നത് PV അൻവർ ആണെങ്കിലും PV അൻവറിന്റെ പിറകിൽ അണിനിരന്നിരിക്കുന്നത് CPM-ലെ അതൃപ്തരായ ഒരു പറ്റം ആളുകൾ, അതായത് പിണറായി വിജയന്റെ മുഖത്തു നോക്കി കാര്യങ്ങൾ പറയാൻ നട്ടെല്ലും ചങ്കുറ്റവും ആർജവുമില്ലാത്ത ചില നേതാക്കളും ദുബായ് കേന്ദ്രീകരിച്ച് വൻ വ്യവസായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിയ മലയാളി മുതലാളിമാരും ആണ് എന്നറിയുമ്പോൾ പിണറായി വിജയൻ ഹതാശനായിരിക്കുന്നു. പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങേണ്ടതായി വരും എന്നുള്ള ഒരു ചുറ്റുപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും PV അൻവർ ഇനി വരുന്ന ആളുകളിൽ വെളിപ്പെടുത്താനിരിക്കുന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ തീർച്ചയായും അത് പിണറായി വിജയനെ വെട്ടിലാക്കുന്ന കാര്യം തന്നെയാണ്. പിണറായി വിജയൻ തന്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി വർഗശത്രുക്കളായ RSS-ഉം BJP-യും തമ്മിൽ ഒരു ബാന്ധവമുണ്ടാക്കി. പിണറായി വിജയന്റെ വിശ്വസ്തനായ ADGP-യെ തന്നെയാണ് RSS-ന്റെ നേതാക്കളെ കാണാൻ വേണ്ടി പറഞ്ഞയച്ചത്. ഇത് പിണറായി വിജയന്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ PV അൻവർ ഉന്നയിക്കുമ്പോൾ പിണറായി വിജയൻ അസ്ഥിവാരം മാന്തുക, പിണറായി വിജയന്റെ കുടുംബത്തെ അടപടലം തകർക്കുക എന്ന ലക്ഷ്യമായി മുന്നോട്ട് വരുന്ന PV അൻവറിന് പിന്തുണയേകി നിൽക്കുന്നത് CPM-ലെ സമുന്നതരായ നേതാക്കളാണ് എന്നുകൂടി അറിയുമ്പോൾ പിണറായി വിജയൻ തീർത്തും അമ്പെ പരാജിതനായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പാർട്ടി സമ്മേളനങ്ങൾ തീരുന്ന മുറയ്ക്ക് എന്തായാലും പിണറായി വിജയൻ പടിയിറങ്ങും എന്നുള്ള കിംവദന്തികൾ പടരുന്നു. അതെന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.